കുറച്ച് ലക്ഷം. അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. അതിനെപ്പറ്റി എനിക്കും ധാരണയില്ല. അപ്പൊ പിന്നെ പറയാൻ നല്ലതാണ്. ബാഗിനകത്ത് ചർച്ചയായി കഴിഞ്ഞാല് കാക്കകളൊക്കെ പറഞ്ഞ ആ പാലസിന്റെ മുകളിലേക്ക് പോയി അവരുടെയൊക്കെ ഒരു ലൈഫ് എവിടാ താമസിക്കുന്നത്? എമിറേറ്റ്സ് പാലസിൽ. നമ്മള് ലാസ്റ്റ് ഇട്ട വീഡിയോസിന് ഏകദേശം 100K. നേരത്തെ ഇറങ്ങ സൂര്യാസ്തമയം കാണാന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ അടുത്തൊക്കെ. ഫുഡിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ അവര് ജോയിൻ ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങോട്ട് അകത്ത് പോയാൽ അവന്റെ അടുത്ത് ഞാൻ സമാധാനം പറഞ്ഞു. എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ആകുമ്പോ വരുമോ? ഇവര് വലിയ പുള്ളികളായിരുന്നു. ഇന്ന് ഞാൻ വന്നപ്പോ ഇവര് ഒതുങ്ങിയതാ. ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തന്നാക്കടുത്ത് വർത്താനം പറയുന്നു. ചെല്ലുമ്പത്തിരിപ്പോ അത് ശീലമായി. മൈക്ക് എടുത്ത് വെച്ച് തന്നാക്കടുത്ത് വർത്താനം പറയും. അപ്പൊ ബൈക്ക് പറയും. അപ്പൊ നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് എവിടാ? ഇന്ന് പോവാൻ പോകുന്നത് പറയും. നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് ഏകദേശം 10 മിനിറ്റേ ഉള്ളൂ. പിന്നെ നമ്മള് അങ്ങോട്ടാണ് പോവാൻ പോകുന്നത്. എന്താണ് എമിറേറ്റ്സ് പാലസിന്റെ അതൊരു ഹോട്ടലാണ്. കുറച്ച് ലക്ഷം. അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല. നല്ലതാണ്. അതൊരു ഹോട്ടലാണ്. കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ 1 നൈറ്റിന് ഏകദേശം 3000 അത്രയൊക്കെ വരും. 3000 dirhams സ്റ്റേ ഉണ്ടോ? അത് ഹോട്ടലാ. അപ്പൊ 3000 dirhams എന്ന് പറയുന്നത് ഏകദേശം 70,000 അത്രയൊക്കെയാണ്. 70 അത്രയാണ് 1 നൈറ്റിന് വരുന്നത്. അറൌണ്ട് അത്രയോ 50 to 70 വരെയാണ് 1 നൈറ്റിന് വരുന്നത്. പിന്നെന്താ? അപ്പൊ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അവിടെ ചെന്നിട്ട് കാണാം. സെൽമത്ത് ഇപ്പം ഫസ്റ്റ് ടൈം അല്ലാതെ ഫസ്റ്റ് ടൈം. അപ്പൊ നമ്മള് ഞാൻ ഇതിനു മുന്നേ പോയിട്ടുണ്ട്. 2-3 വട്ടം പോയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇവര് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് പാർക്ക് ചെയ്യാൻ അറിയാത്തവരെ ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ പാർക്ക് ചെയ്യാം. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ പാലസിനകത്തേക്ക് പോകാൻ പോവുകയാണ്. ഇവിടുത്തെ കുറച്ച് ഐക്കോണിക് ബിൽഡിങ്ങുകളാണ് ഈ ബാക്കിൽ കാണുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ദുബായിലെ ബുർജ് ഖലീഫ പോലെ അബുദാബിയിലെ കുറച്ച് ഐക്കോണിക് ബിൽഡിംഗ്സ് ആണ്. സെൽവത്ത് ഇവിടുത്തെ ഹിസ്റ്ററികൾ പഠിച്ചിട്ടാണ് സെൽവത്ത് വരുന്നത്. അപ്പൊ നമുക്ക് അകത്ത് കയറിയിട്ട് പാക്കിക്കാം. ഷെയ്ഖ് സായിദ് മോസ്കിൽ നമ്മളെ പൊക്കിയുണ്ട്. നമ്മളിപ്പോഴേ മൈക്ക് ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമുക്കിത് റിസ്ക് എടുക്കാൻ വയ്യ. ഒരു വട്ടം ചക്ക വീണ് മുയല് ചത്തെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അവിടെ നമ്മളിപ്പോ ഒളിപ്പിച്ചു വെച്ചിരിക്കേണ്ടി ഇപ്പൊ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് പണ്ട് രാജാക്കന്മാരെ താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഓക്കെ, അതിലിപ്പോ എത്ര കോൺട്രവേഴ്സറി അല്ല. കറക്റ്റാണോ ഇല്ലെന്ന് അറിയാൻ വയ്യ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ അടിയിൽ ഇപ്പൊ ഇത്രയും കണ്ടമാനം പാർക്കിംഗ് ഇപ്പൊ ജനങ്ങൾക്ക് കാണാൻ വേണ്ടി തുറന്നു കൊടുത്തു. ഹോട്ടലൊക്കെ ഉണ്ടാക്കി മാറ്റിയാണ്. ഹോട്ടലാക്കി മാറ്റി. നാല് ചോദ്യം ഇവിടെ കയറുന്ന രാജാവ് താമസിക്കുന്നത് എന്താണ് ഇതിനകത്ത്? ഏത് മുറിയായിരുന്നു? ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പൈസ കൊടുത്താൽ അതിനകത്ത് നമുക്ക് താമസിക്കാം. അങ്ങനെയാണ്. നമ്മൾ അത്ര വലിയ ലക്ഷറിയസ് അല്ലാത്തോണ്ട് എങ്ങനെ പോകുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം 4-5 വർഷം ആദ്യമായിട്ട് കാക്കയൊക്കെ കാണിച്ചത്. നല്ല ഗൈസ് 1, 2, 4 കാക്ക. ഇത്രയും 4 അവിടെ നിറച്ച് കാക്ക. ഏകദേശം ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. പ്രാവും മൈനയൊക്കെ ഇവിടെ സുലഭമായിട്ടുണ്ട്. പക്ഷെ കാക്ക ആദ്യമായിട്ടാണ് കാണുന്നത്. ഏകദേശം 4-4.5 അതെ 5 വർഷമായി ഇതുവരെ കാക്കയെ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ കാക്കകളൊക്കെ പറഞ്ഞ ആ പാലസിന്റെ മുകളിലേക്ക് പോയി അവരുടെയൊക്കെ ഒരു ലൈഫ് എവിടാ താമസിക്കുന്നത്? എമിറേറ്റ്സ് പാലസിൽ. ഇപ്പൊ ഇവിടെ സെൽമത്തിന്റെ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്.
അൽഹാസ് കണ്ണനല്ലൂരാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് സെൽമത്ത് പള്ളിമുക്കിന്റെ. അതിലിങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ സെൽമത്തിന്റെ നമ്പർ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്ക്, കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ അകത്തെത്തിയിരിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് പഴയ രാജാവിന്റെ എറായത്താണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ചായയും കാപ്പിയും എന്തെങ്കിലും വേണോ? എന്തെങ്കിലും പറയണോ? ചായ കാപ്പി? ജ്യൂസ്. എനിക്കൊരു അവിൽ മിൽക്ക്. നിനക്ക്? എനിക്ക് ഓറഞ്ച് ജ്യൂസ്. ഓക്കെ. അതായത് നമ്മളിപ്പം ഇത് രാജാവിന്റെ എറായായിരുന്നു. ഇതൊക്കെ അവർ ഉപയോഗിച്ചിരുന്ന അതാണ്ടേ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇത് രാജാവ് അവരുണ്ടായിരുന്ന സമയത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ ഈ കാണുന്ന ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി അല്ലാതെ പറയും. എനിക്കറിഞ്ഞൂടോ സ്റ്റോറി. അതിനകത്ത് നമുക്ക് വായിച്ചു നോക്കാം. ഇതിനകത്ത് ഇതിപ്പോ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മെനക്കെടും. അതൊന്നുമില്ല, പണ്ട് ഇങ്ങനെ ബിഷു കൊടുത്തോണ്ടിരുന്ന ബിഷറി അത്രയും. ഇതാണ് നമ്മൾ വന്ന വണ്ടി. ഇവിടെ അല്ലാക്കാണ് ഡ്രൈവ് ചെയ്തോണ്ട് വന്നത്. ഓക്കെ, അപ്പം ഈ വണ്ടി നമ്മൾ റെന്റിന് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എമിറേറ്റ്സ് പാലസ്? എമിറേറ്റ്സ് പാലസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ച എന്തെങ്കിലുമൊക്കെ പണ്ടത്തെ സംഭവങ്ങളോ അങ്ങനെ ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ഉള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു വിഷ്വല് മാത്രം കണ്ടു. ബാക്കി നമ്മൾ പൊതുവെ വീഡിയോസ് എടുക്കാതെ കാരണം എന്താന്ന് വെച്ചാല് അവിടെ റെസിഡൻസ് കൂടുതലായിട്ട് താമസിക്കാൻ വരുന്ന സ്ഥലമാണ്. അപ്പൊ ആ വരുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ സെക്യൂരിറ്റീസ് നമ്മൾ എവിടെ തിരിഞ്ഞാലും സെക്യൂരിറ്റീസ് ആയിരുന്നു. വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മള് പച്ചവെള്ളത്തിൽ വീണ പൂച്ച, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കെയർഫുൾ ആയിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പകല് വരുവാണെങ്കിൽ ഇവരാരും കാണത്തില്ല. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ ഇത് നമ്മള് ഇങ്ങനെ ആൾക്കാർ കാണാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൈസ ഉള്ളവരാണെങ്കിൽ വന്ന് മേടിക്കാം കേട്ടോ. ഇവിടെ ഡയമണ്ട് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഒത്തിരി നല്ല എന്താ പറയാ, ഫോട്ടോ തീം ആയിട്ടുള്ള കുറെ സ്പേസസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഫോട്ടോസ് ഒക്കെ നിറയെ എടുക്കാം. പിന്നെ നോർമലായിട്ട് കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളൊന്നും ഒരുപാട് നടക്കണം. കാലൊക്കെ ഇത് അന്നാക പലയിടത്തോട്ടും ആക്സസ് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തു. പക്ഷെ അവിടെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് പിന്നെ ആരും പിടിച്ചു വെട്ടാനൊന്നുമില്ല. ആ ഒരൊറ്റ ഫ്ലോർ മാത്രമേ വിസിറ്റേഴ്സിന് അലൗഡ് ആയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ ഫ്ലോർ തന്നെ നടന്ന് കാണാം. അവിടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം. വേറെ എങ്ങോട്ടും വിസിറ്റേഴ്സ് അലൗഡ് അല്ല. അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ മറ്റ് ഫ്ലോറിലൊക്കെ അലൗഡ് ആണ്. അതെ. അപ്പം അതായിരുന്നു എമിറേറ്റ്സ് പാലസ്. ഞങ്ങൾ വളരെ കുറച്ച് വീഡിയോസ് എടുത്തോളൂ. അത് ഇതിന്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. ഇത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്? നമ്മളെ കടാപ്പുറത്തോട്ട്. നമ്മൾ കൊല്ലം കടപ്പുറത്താണ് പോകുന്നത്. അബുദാബി കടപ്പുറം. ഇനി നമ്മള് ബത്തീനിലെ കോർണിഷിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വെട്ടമുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. വെട്ടം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. നമ്മള് ലാസ്റ്റ് ഇട്ട വീഡിയോസിന് ഏകദേശം 100K ഇല്ലെങ്കിലും 100 വ്യൂസ്. ഒരു കേടെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് 200 പേരാവും. ആ 200 പേരെ ഒരു 150 പേരെടുത്ത് പറയുമ്പോൾ 350 പേരാവും. അങ്ങനെ പറഞ്ഞു നമ്മളെ കുറേശ്ശെ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരിക. പിള്ളേരെ ഒരാഗ്രഹം മറ്റേ സിദ്ദീഖ് ഒരു സിനിമ പറയുന്നതാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ. സാധിച്ചു കൊടുക്കുക. നമ്മള് ഇങ്ങനെ കൂടെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അപ്പം 100 പേര് കണ്ടിട്ടുണ്ട് ഇതുവരെ. എനിക്ക് തോന്നുന്നു 100+, 110 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. കണ്ട എല്ലാവർക്കും നന്ദി. കാണാത്തവർക്ക് ഞാൻ എവിടെയെങ്കിലും എല്ലാവർക്കും നന്ദി. കാണാത്തവർക്കും നന്ദി. കാണാത്തവർ കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതെ, മുകളിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. വീഡിയോ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇടാം. അപ്പൊ ആ വീഡിയോ നിങ്ങളെ അത്യാവശ്യമുള്ള സാധനം. പിന്നെ എന്തിനാണ് ഇത്രയും നീളത്തിൽ പറഞ്ഞു പിള്ളേരെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പൊ കാണാത്തവർ എന്തായാലും അത് കയറി കാണണം. ഓക്കെ. പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, പക്ഷെ അത് എഡിറ്റ് ചെയ്തിട്ടിട്ടില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ഏകദേശം 50% കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്.
അപ്പൊ അതായത് സബ്സ്ക്രൈബ് ചെയ്തവര് കാണുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്തവരല്ല, അവര് ജസ്റ്റ് കയറി കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. കണ്ടങ്ങ് കളയുന്നു. അപ്പൊ എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. പിന്നെ അതുപോലെ വീഡിയോ എൻഡ് വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ചിലവര് വീഡിയോ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് അവിടെ കൊണ്ട് നിർത്തുകയാണ്. നമ്മളൊരു ലോങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഏറ്റവും അവസാനം വരെ കാണാൻ അതുപോലെ തന്നെ നമ്മൾ ആരെയും വെറുപ്പിക്കാറില്ലല്ലേ. അതെന്ന് വെച്ചാൽ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഒക്കെ കാണും നമ്മുടെ വീഡിയോ. 10-15 മിനിറ്റ് ഇല്ല, അതിൽ താഴെ അത്രയും വരാറില്ല. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഒരു കാണാൻ ട്രൈ ചെയ്യുക എല്ലാരും. പിന്നെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, ഒരു ധീരരോധനാണ്. എനിക്ക് രോധനൊന്നുമില്ല, ഞാൻ നിങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നു. അതെ, വളർത്താൻ ശ്രമിക്കുന്ന ഒരു അച്ഛന്റെ രോധന. എന്തിനാടി രോധിക്കുന്ന? അപ്പം നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാം. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. അതെ, ബീച്ചിലെത്തിയിട്ട് കാണാം. ബീച്ചിൽ പോയി ബീച്ച് കണ്ടു. ഇരുട്ടത്ത് ബീച്ചിൽ പോയിട്ട് വലിയ വകുപ്പൊന്നും ഇല്ലായിരുന്നു അല്ലേ. അവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല, നോർമൽ ഒരു ബീച്ച്. അതുകൊണ്ട് നമ്മള് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ തിരിച്ചു വന്നു. പകൽ സമയത്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോ നമ്മൾ ആ ബീച്ചിന്റെ വ്യൂസ് എല്ലാം കാണി. നല്ല വ്യൂ ഒക്കെ ഉള്ള ബീച്ചാണ്, പക്ഷെ ഇരുട്ടായോണ്ട് നമുക്കൊന്നും തന്നെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. നേരത്തെ ഇറങ്ങ സൂര്യാസ്തമയം കാണാന്ന് ഞാൻ പറഞ്ഞതാ അതിന്റെ അടുത്തൊക്കെ. ഞങ്ങള് നേരത്തെ ഒരുങ്ങി വന്നതാ. നേരത്തെ ഒരുങ്ങി വന്നു. കിടന്നുറങ്ങി. കന്യാകുമാരി അല്ല സൂര്യാസ്തമയം. ഇവിടെ അങ്ങനെ സൂര്യാസ്തമയം ചുമ്മാ തള്ളുന്നതാണ്. പിന്നെ ഇന്ന് പുറത്തുനിന്നാകാന്ന് കരുതി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ കൂടെ വേറെ 2 മുതിർന്ന 2 വ്യക്തികൾ കൂടെ ജോയിൻ ചെയ്യും. അതെ, ഫുഡിന്റെ കാര്യം വരുമ്പോൾ മാത്രമേ അവര് ജോയിൻ ചെയ്യാറുള്ളൂ. അല്ലാതുള്ള ബ്ലോഗിലൊന്നും അവര് പങ്കെടുക്കാൻ അവര് പെർഫെക്ഷന്റെ ആൾക്കാരാണ്. ഷോപ്പിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, അങ്ങേറ്റം ഞങ്ങൾ അവിടെ എത്തുമ്പോ കാണിച്ചു തരാം. നമ്മളിപ്പം പാർക്കിങ്ങിന്റെ കുറച്ച് പരിപാടികൾ അവർ ചെയ്തോണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോകും. പാർക്കിങ്ങിന് പൈസ ഇടുവാണ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാം. ഉള്ള കടയാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് സമയത്ത് ചെന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടൂല. അപ്പൊ നമ്മൾ സീറ്റ് പിടിക്കാനായിട്ട് കുറച്ച് വെപ്രാളത്തിൽ പോവാണ്. ഒരു പുറകെ വന്നോളും. അപ്പൊ ആദ്യമേ ഞങ്ങൾ പോയി സീറ്റ് പിടിക്കുക. പ്രൊമോഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സെൽമത്തിനെ വിളിച്ചാൽ മതി. വളരെ കുറഞ്ഞ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ളത് ഫർസാനയ്ക്കാണ്. അപ്പൊ ഫർസാന ആയിരിക്കും ചെയ്തു തരും. ഞങ്ങൾ 2 പേരും കൂടെ വരാം. ഓക്കെ ഫൈൻ. തുച്ഛമായ വിലയ്ക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അബുദാബിയിലുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നോക്കി ഇറങ്ങണം ഇതുവഴി. ഞാൻ ഓടെ കൂടെ അങ്ങോട്ട് അകത്ത് പോയാൽ അവന്റെ അടുത്ത് ഞാൻ സമാധാനം പറഞ്ഞു. ഗൈസ്, ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഭയങ്കര തിരക്കാണ്. ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് നിൽക്കാൻ പോലുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ അകത്ത് കയറി നമ്മുടെ എണ്ണം പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സീറ്റ് ഒഴിയുന്നതനുസരിച്ച് നമ്മളെ വിളിക്കും. അപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തു. നമ്മളങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യാണ് പേര് വിളിക്കുന്നത് വരെ. നമ്മള് വന്നിരിക്കുന്നത് ഇപ്പൊ അബുദാബിയിലുള്ള എയർപോർട്ട് റോഡല്ലേ, എയർപോർട്ട് റോഡിലുള്ള നാസ റെസ്റ്റോറന്റിലാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഇതിന്റെ സൈഡിൽ തന്നെ ഒരു കഫ്റ്റീരിയ ഉണ്ട്. അവിടെ ഞാൻ സ്ഥിരം വരുന്നതാണ്. ഫൈൻ ടീയുടെ പോലെ, സിമിലർ ലൈക്ക് ഫൈൻ ടീയുടെ പോലെ നല്ല ചായയാണ്. ഇപ്പൊ അവിടുന്ന് തന്നെ നമ്മൾ ചായ പറയുന്നുണ്ട്. ചായ കുടിച്ചിട്ട് നമുക്ക് മെയിൻ കോഴ്സിലോട്ട് കിടക്കാം. ഒരു ചായ ലൈറ്റ് എനിക്ക് വേണ്ട, സെൽവത്തിന് വേണ്ട, ഞാൻ പകുതി കൊടുത്തോളാം. ഓക്കെ ഗൈസ്, നമുക്ക് മെയിൻ കോഴ്സ് വരുമ്പോ കാണാം. താല്പര്യാർത്ഥം നമ്മളത് കാണിക്കുന്നില്ല. എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ആകുമ്പോ വരുമോ? 10 പേര് കാണുന്നതിനേ കുഴപ്പമുള്ളൂ. 1 മില്യൺ ആൾക്കാരെ കാണുന്നതിന് അൺബോക്സിംഗ് ഡ്യൂഡിന്റെ ഉമ്മ ഇങ്ങനെയായിരുന്നു. അൺബോക്സിംഗ് ഡ്യൂഡിന്റെ 1 മില്യൺ അടിച്ചപ്പോഴല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്. 1 മില്യൺ അടിച്ചപ്പോഴായിരുന്നു അവര് വന്നത്. 1 മില്യൺ സബ്സ്ക്രൈബർ അടിക്കുമ്പോ 1 മില്യൺ അല്ല 1 മില്യൺ ആകുമ്പോ നമ്മള് കേക്കുമായിട്ട് വരും. സർപ്രൈസ് ഇല്ല, വീഡിയോ എടുക്കുന്നില്ല, വോയിസ് മാത്രം. പക്ഷെ ഇവര് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവരെ വ്ളോഗ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കണോ? ഇവര് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഇവര് വലിയ പുള്ളികളായിരുന്നു. ഇന്ന് ഞാൻ വന്നപ്പോ ഇവര് ഒതുങ്ങിയതാ.
എവിഡൻസ് ഉൾപ്പെടെ കാണിച്ചാലേ വിശ്വസിക്കൂ. പക്ഷെ നമ്മളെ എവിഡൻസ് ഇപ്പൊ ഇല്ല, ഞങ്ങളത് തപ്പി പിടിച്ചിട്ട് നമ്മള് സെൽമത്തിൽ പലക്കെ സംസാരിക്കുന്നതുകൊണ്ട് സെൽമത്തിന് മാത്രമായിട്ട് ഒരു മൈക്ക്. സെൽമത്തിന്റെ ഉണ്ട്. സെൽമത്തിന് മാത്രമായിട്ട് ഒരു മൈക്ക്. ഇറങ്ങിയ പേടിയാണ്. എപ്പോഴാണ് ഐഷു ക്യാമറ എടുക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല. മൈക്ക് എടുത്തില്ലേ, പോയിട്ട് അങ്ങനെ നടന്നിട്ടുണ്ടല്ലേ? അങ്ങനെ നടന്നിട്ടുണ്ട്. ആ വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് വണ്ടിക്കകത്ത് ഇങ്ങോട്ട് വന്നപ്പോഴേ ഇരുട്ട് സൽമത്തിന്റെ സെപ്പറേറ്റ് ഐഷുവിന്റെ വേറെ അവന്റെ ചാർജർ ബോക്സും കൊണ്ട് നടക്കുകയാണ്. ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ, എന്റെ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യാൻ. എന്നിട്ട് ഞങ്ങള് എല്ലാം ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നോണ്ടിരിക്കാം. ഒരാള് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ നിന്ന് എന്നാക്കടുത്ത് വർത്താനം പറയുന്നു. സെൽവത്തിനിപ്പോ അത് ശീലമായി. മൈക്ക് എടുത്ത് വെച്ച് എന്നാക്കടുത്ത് വർത്താനം പറയാം. അപ്പൊ ബൈക്ക് അരമണിക്കൂർ നടന്നെങ്കിൽ കിളി പറക്കും മിക്കവാറും വെച്ച്. നമ്മളിപ്പം ഫിഷ് പ്ലേറ്ററിന് വെയിറ്റ് ചെയ്യാണ്. ഫിഷ് അല്ലല്ലോ, സീ ഫുഡ് പ്ലേറ്ററിന് വെയിറ്റ് ചെയ്യാണ്. പത്രം എന്നെ കാണാവോ? അപ്പൊ വന്നിട്ട് കാണാം. Okay, bye.